പുതുതായി ആരംഭിച്ച അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾക്കാണ് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. വർക്കല സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള തിരുവനന്തപുരം ചാർലപ്പള്ളി, നാഗർകോവിൽ, മംഗലാപുരം എക്സ്പ്രസ്സുകൾക്കാണ് സ്വീകരണം നൽകിയത്. വർക്കല നഗരസഭാ കൗൺസിലർമാരായ ആർ അനിൽകുമാർ, ഷീന കെ ഗോവിന്ദ്, എസ് പ്രേംകുമാരി എന്നിവർ ലോക്കോ പൈലറ്റിന് പൂച്ചെണ്ടുകൾ നൽകി. വർക്കലയെ സംബന്ധിച്ചും ഇന്നൊരു സുദിനമാണ്. കാരണം നമുക്ക് 4 അമൃത് എക്സ്പ്രസ്സുകളാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഓട്ടമാണ് ഇന്ന് ഹൈദരാബാദ് അമൃത് എക്സ്പ്രസ് ഈ ഓടുന്നത്. അതിൽ വർക്കലയിൽ നിന്ന് കയറിയാണ്. വർക്കലയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും അതോടൊപ്പം ഒരു തീർത്ഥാടന കേന്ദ്രവും ശിവഗിരി, വർക്കല ക്ലിഫ്, പാപനാശം, ജനോത്സവ ക്ഷേത്രം തുടങ്ങിയ എല്ലാ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള വർക്കലയിലെ നിരവധി വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണം അനവധിയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള രീതിയിലും വർക്കല നിവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് ട്രെയിനുകൾക്ക് വർക്കല സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ളത്. നമുക്കറിയാം, അമൃത് പദ്ധതി അനുസരിച്ച് വർക്കല റെയിൽവേ സ്റ്റേഷൻ 130ഓളം കോടി രൂപയിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതോടും എല്ലാ ട്രെയിനുകൾക്കും വർക്കല സ്റ്റോപ്പ് ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഹാനിയ ഷെയ്ജു, ജവഹർ പബ്ലിക് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നല്ല ട്രെയിൻ, ഇതിനകത്തുള്ള ട്രെയിൻ ഇനി ഇറക്കണം, നല്ലപോലെ എല്ലാവർക്കും പോകാൻ വേണ്ടി. സ്റ്റേഷൻ മാനേജർമാരായ എൻ ജയകൃഷ്ണൻ, സി പ്രസന്നകുമാർ എന്നിവർ മധുരം പകർന്നു. വർക്കല ശിവഗിരി റെയിൽവേ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, റെയിൽവേ ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവരും പങ്കെടുത്തു.